എ ഗുഡ് സ്ലീപ്പ് ഈസ് ദ ബെസ്റ്റ് മെഡിറ്റേഷൻ. നല്ല ഒരു ഉറക്കം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ധ്യാനമാണ്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നല്ല ഉറക്കം കിട്ടുന്നതിന് വേണ്ടുന്ന 7 കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, നിരവധി ആളുകൾ ഉറക്കമില്ലായ്മയിലൂടെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും കാണും. നമുക്ക് കണക്കുകൾ പറയുന്നത് ലോകത്തിലെ പകുതിയോളം ആളുകൾ ഉറക്കമില്ലായ്മയിൽ ബുദ്ധിമുട്ടുന്നവരുണ്ടെന്ന് എന്നാണ്. ഉറക്കമില്ലായ്മ ഒരു വലിയൊരു പ്രശ്നമാണ്. അതിൻ്റെ കാരണങ്ങൾ നോക്കിയാൽ ജീവിത രീതിയിൽ വന്ന മാറ്റം, ആഹാര രീതിയിൽ വന്ന മാറ്റം, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, പല അസുഖങ്ങൾ, ഇങ്ങനെയുള്ള കാരണങ്ങളാണ് അതിനകത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഉറക്കം നമുക്ക് അത്യാവശ്യമുള്ള ഒന്നാണ്. കാരണം ആ ഉറക്കം കിട്ടുന്നതിലൂടെ നമുക്ക് ഒരു ഉന്മേഷവാന്മാരായി നാം എഴുന്നേൽക്കുകയാണ്. ചിലർ പറയുന്നു, ഉറക്കത്തിലോട്ട് പോകുമ്പോൾ അവർ മരിക്കുകയാണ്, അടുത്ത ദിവസം അവർ ജനിക്കുകയാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ, അങ്ങനെയുള്ള ഫീലിംഗ് ഉള്ളവർ, അങ്ങനെയുള്ള ചിന്താഗതിയുള്ളവർ ഉണ്ട്. അപ്പോൾ ഉറക്കം ഇല്ലാതിരിക്കുമ്പോൾ നമുക്കറിയാം, അത് പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. എനർജി കുറവായിരിക്കും, ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉറക്കമില്ലായ്മയിലൂടെ ഉണ്ടാകാം. ഉറക്കത്തിന് ഒരു 4 സൈക്കിളുണ്ട്. അതായത് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്. ഉറക്കത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഒരു 10 മിനിറ്റ് വരെയാണ്. രണ്ടാമത്തെ സ്റ്റേജ് വീണ്ടും ഒരു 10 മിനിറ്റോളമാണ്. മൂന്നാമത്തെ സ്റ്റേജ് വരുമ്പോഴാണ് നമ്മൾ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുന്നത്. ഈ ഡീപ്പ് സ്ലീപ്പിലാണ് നമുക്ക് ഗാഢനിദ്ര. അതിലൂടെയാണ് ബോഡിയുടെ സെൽഫ് ഹീലിംഗ് നടത്തുന്നത്. ബോഡിക്ക് സ്വന്തമായി ഒരു ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സുണ്ട്. അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ആ ഗാഢനിദ്രയിലോട്ട് പോകണം. അപ്പോൾ ശരീരത്തിൻ്റെ ഭാഗത്തുള്ള പല പ്രശ്നങ്ങളിലും ബോഡിക്ക് തനിയെ ഒരു ഹീലിംഗ് നടത്താവുന്നതാണ്. പല ബുദ്ധിമുട്ടുകളും സുഖമാക്കാൻ സ്വയം ബോഡിക്ക് സാധ്യമാകുന്നതാണ്. അത് ഡീപ്പ് സ്ലീപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ഉറക്കത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഡീപ്പ് സ്ലീപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും അത് നാം ഒഴിവാക്കേണ്ടതാണ്. എൻ്റെ പേര് റിച്ചാർഡ് സ്റ്റാൻലി. നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ തുടരുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടുന്നതിന് വേണ്ടി മസ്കുലാർ റിലാക്സേഷൻ ടെക്നിക്ക്, ഇതിൻ്റെ ഒരു ചെറിയ വിവരണം ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടുന്നതിന് വേണ്ടി പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഉറക്കം കിട്ടുന്നതിന് വേണ്ടുന്ന 7 കാര്യങ്ങൾ. ഒന്നാമതായിട്ടുള്ളത്, കീപ് ക്ലോക്ക്, വാച്ച്, മൊബൈൽ ഫോൺ ആൻഡ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഔട്ട് ഓഫ് യുവർ ബെഡ്റൂം. ക്ലോക്ക്, വാച്ച് ഇവയുണ്ടെങ്കിൽ ഇടയ്ക്ക് സമയം നോക്കും. സമയം എത്രയായി? 5 മിനിറ്റ്, 10 മിനിറ്റ്, 30 മിനിറ്റ്, 1 മണിക്കൂർ, 2 മണിക്കൂർ, അല്ലെങ്കിൽ ഇപ്പോൾ എത്ര സമയമായി എന്ന് സമയം നോക്കും. അത് നോക്കുമ്പോൾ അത് ഉറക്കത്തെ ശല്യം ചെയ്യുന്നതാണ്. നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴാണ് ഉന്മേഷവാന്മാരായി എണീക്കുന്നത്? സമയമുണ്ടെങ്കിൽ അതിനനുസരിച്ച് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ആക്റ്റീവായിട്ട് എഴുന്നേൽക്കാൻ സാധിക്കുന്നതാണ്. മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ മെസ്സേജ് വരുമ്പോൾ അല്ലെങ്കിൽ ഫോൺ കോൾ വരുമ്പോൾ അതിന് മറുപടി കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ചിന്തകൾ നമ്മൾ ഡൈവേർട്ടായി പോകുമ്പോൾ മനസ്സ് ആക്റ്റീവാകുമ്പോൾ അങ്ങനെ ഉറക്കത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല. ഉറക്കത്തിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒന്നും ചിന്തിക്കാതെ പാസീവായി വരുന്നൊരു സ്റ്റേജാണ്. ഒരു പാസീവ് സ്റ്റേറ്റിലോട്ട് മൈൻഡിനെ കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ ഉറക്കം സാധ്യമാകൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന വഴി അപ്പോൾ നമ്മൾ ആക്റ്റീവ് ആവുകയാണ്. മൂന്നാമതായിട്ട് അതിനകത്തുള്ളത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആണ്. പല പഠനങ്ങളും പറയുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് വരുന്ന ലൈറ്റ് അത് നമ്മുടെ ശരീരത്ത് പതിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉറക്കത്തെ ബാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ റൂമിൽ നിന്ന് പുറത്താക്കണം. പിന്നെ പുറത്തുനിന്ന് വരുന്ന ലൈറ്റ് ഉണ്ടെങ്കിലും അതും നമ്മൾ മറക്കേണ്ടതാണ്. ആ ലൈറ്റ് നമ്മുടെ റൂമിലോ ശരീരഭാഗങ്ങളിലോ വന്നു കഴിഞ്ഞാൽ അതും ഉറക്കത്തിന് തടസ്സം നിൽക്കുന്നതാണ്.
അതുകൊണ്ട് ക്ലോക്ക്, വാച്ച്, ലൈറ്റ്, മൊബൈൽ ഫോൺ ഇങ്ങനെയുള്ള സാധനങ്ങൾ റൂമിൽ നിന്നും ഒഴിവാക്കുക. രണ്ടാമതായിട്ട് ഗെറ്റ് മോർ സൺലൈറ്റ്. സൺലൈറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. സൂര്യപ്രകാശം സൗജന്യമായി കിട്ടുന്നതാണ്. എല്ലാ ദിവസവും പതിവ് പോലെ രാവിലെ സൂര്യൻ, നാം ഉറങ്ങാൻ താമസിച്ചാലും സൂര്യൻ്റെ സമയത്ത് സൂര്യൻ വരുന്നതാണ്. അപ്പോൾ ആ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ കുറച്ചു നേരം നാം കൊണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ ദേഹത്തൊന്ന് പതിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവായി മാറും. നമുക്ക് നല്ലൊരു എനർജറ്റിക് ആയിട്ട് ഒരു നല്ല എനർജി കിട്ടുന്നതാണ്. കൂടാതെ സൂര്യപ്രകാശം നമ്മുടെ ദേഹത്ത് പതിക്കുമ്പോൾ നമ്മൾക്ക് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടും നമ്മുടെ ശരീരത്തിൽ. അതുകൊണ്ട് സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ പതിപ്പിക്കുക. ഒരു 10-15 മിനിറ്റെങ്കിലും പതിപ്പിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കുന്നതാണ്. വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. അത് നമ്മുടെ പ്രതിരോധശേഷിയെയും എല്ലുകളുടെ വളർച്ചയെയും സഹായിക്കുന്ന ഒന്നാണ്. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അതിൻ്റെ കുറവ് മൂലം നമുക്ക് എല്ലുകളുടെ തേയ്മാനവും തളർച്ചയൊക്കെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ദിവസവും സൂര്യപ്രകാശം കൊള്ളുന്നത് നല്ലതാണ്. ആ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ രാവിലെ നമുക്ക് ഒരു ഉന്മേഷവാനായിട്ട് ചിന്തിക്കാൻ സാധിക്കും. നേരം വെളുത്തു, ഇനി ഒരു 12 മണിക്കൂറാവുമ്പോൾ നമ്മൾ ഉറങ്ങേണ്ട സമയമാണ്. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ച് നമുക്ക് മൈൻഡും സെറ്റ് ചെയ്യാവുന്നതാണ്. മൂന്നാമതായിട്ട് മെയിൻറ്റെയിൻ എ സ്ലീപ്പ് ഷെഡ്യൂൾ. ഉറങ്ങുന്നതിന് കൃത്യമായി ചില സമയവും സ്വഭാവവും നമ്മൾ ശീലിച്ചു കൊണ്ടുപോകേണ്ടതാണ്. എപ്പോഴാണ് ഉറങ്ങുന്നത്, എത്ര മണിവരെ ഉറങ്ങും, അത് നമ്മൾ കറക്റ്റായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഉറങ്ങാൻ സാധിക്കും. അത്രയും സമയം നമ്മൾ പരിശീലിക്കുക തന്നെ ചെയ്യുന്നത് നല്ലതാണ്. കൃത്യമായ ആ ടൈം ഷെഡ്യൂൾ കൊണ്ടുപോകുന്നത് നല്ലതാണ്. സമയം തെറ്റിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലിയുടെ ഭാഗമായിട്ടോ മറ്റെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളിലോ സമയം തെറ്റാം. അല്ലാതുള്ള സമയങ്ങളിൽ കൃത്യമായി നാം ശീലിപ്പിച്ചു കഴിഞ്ഞാൽ, മനസ്സിനെയും ശരീരത്തെയും ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു സ്വഭാവം അതിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് എങ്ങനെയാണോ നമ്മുടെ ഇതനുസരിച്ചിട്ട് അത് പാലിക്കുക. ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് എന്ന് പറയുന്നത് 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെയാണ് ഉറങ്ങുന്നത്. പക്ഷേ അത് ചിലർക്ക് വേണ്ടി വരും. ചിലർ പറയുന്നു 2 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ അവർ ആക്റ്റീവാണ്, അവർ പെട്ടെന്ന് ഗാഢ സ്ലീപ്പിലോട്ട് പോകും. ചിലർ 3 മണിക്കൂർ പറയുന്നവരുണ്ട്, കേട്ടിട്ടുണ്ട്. ചിലർ 4 മണിക്കൂർ പറയുന്നവരുണ്ട്. അവർ പറയുന്നത് അവർ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഗാഢ സ്ലീപ്പിലോട്ട് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് അത്രയും സമയം വേണ്ട. അവരൊരു 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ അല്ലെങ്കിൽ 5 മണിക്കൂറോ ആകുമ്പോൾ ഉണർന്ന് ആക്റ്റീവ് ആവുകയാണ്. അവരുടെ മൈൻഡും ബോഡിയും ആക്റ്റീവ് ആവുകയാണ്. അപ്പോൾ അവർ എഴുന്നേൽക്കുന്നു. അത് നമ്മളുടെ ബോഡിക്കും മനസ്സിനും അനുസരിച്ച് ഓരോരുത്തരും സെറ്റ് ചെയ്ത് അത് നമ്മൾ ശീലിക്കേണ്ടതാണ്. അപ്പോൾ എത്രയാണോ എത്ര സമയദൈർഘ്യമാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് നാം ശീലിച്ച് പരിശീലിക്കേണ്ടതാണ്. നാലാമതായി ആഹാരം കഴിക്കുന്നത് ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പ് കഴിക്കുക. 3 മണിക്കൂർ മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ ദഹനങ്ങളെല്ലാം പൂർത്തിയാകും. അപ്പോൾ ശാന്തമായി വയറ് ഫുള്ളാകാതെ നമുക്ക് ഉറങ്ങാൻ സാധിക്കും. ഉറങ്ങുന്നതിന് മുമ്പ് കഴിച്ചാൽ വയറ് ഫുള്ളാകും. നമുക്ക് ഇൻഡൈജഷൻ, ദഹനം നടക്കുകയില്ല. ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, വയറ് ഫുള്ളായിരിക്കുന്നത് കൊണ്ടുള്ള മറ്റുള്ള ബുദ്ധിമുട്ടുകൾ, ഇത് കാരണം നമുക്ക് ഉറങ്ങാൻ സാധിക്കുകയില്ല. കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ വയറ്റിലോട്ട് പോകും ദഹനത്തിന് വേണ്ടി. അപ്പോൾ ഉറക്കം അനായാസം സാധിക്കുകയില്ല. അപ്പോൾ 3 മണിക്കൂർ മുമ്പ് അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹനങ്ങളെല്ലാം ഏകദേശം കഴിയുമ്പോൾ ഉറക്കത്തിലേക്ക് പെട്ടെന്ന് പോകാൻ സാധിക്കും. അഞ്ചാമതായി ഉറങ്ങാൻ കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് വെള്ളം കൂടി നിർത്തുക. അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരു സിപ്പ് മാത്രം കുടിക്കുക. കാരണം കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ യൂറിനേഷൻ, മൂത്രമഴിക്കുന്നതിനുള്ള ശങ്കയുണ്ടാവുകയും ബാത്റൂമിൽ പോകേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഉണർന്നു പോകണം. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ആ ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്ന പ്രശ്നമുണ്ടെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് പോകാൻ സാധിക്കുകയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഉറക്കത്തിന് 4 സ്റ്റേജ് ഉണ്ട്. ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ബോഡിയുടെ സ്വയം തരാൻ പറ്റുന്ന ഒരു സൗഖ്യമുണ്ട്, ഒരു ഹീലിംഗ് ഉണ്ട്, സെൽഫ് ഹീലിംഗ്.
അത് സാധ്യമാകണമെങ്കിൽ ഈ ഡീപ്പ് സ്ലീപ്പ് പോകണം. ഇടയ്ക്ക് ഉണരുകയാണെങ്കിൽ വീണ്ടും ഡീപ്പ് സ്ലീപ്പിലോട്ട് തിരിച്ചു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ, ആ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുന്നത് ഒഴിവാക്കാനായി നാം ഈ മൂത്രമൊഴിക്കുന്നതിന് ബാത്റൂമിൽ പോകുന്നത് ഒഴിവാക്കാനായി നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള വെള്ളം കൂടി ഒഴിവാക്കുക. വെള്ളം കുടിക്കണമെങ്കിൽ 1 മണിക്കൂർ മുമ്പ്, അതിനുശേഷമാവുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ആ രീതിയിൽ പരിശീലിച്ചാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഉറങ്ങാൻ സാധിക്കും. അതുകൊണ്ട് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കുക. 6ാമതായി ഈറ്റ് ഹെൽത്തി ഫുഡ് ആൻഡ് ഡു എക്സസൈസ്. നമ്മൾ ഉറങ്ങുന്നതിന് ശരിയായ രീതിയിൽ നമുക്ക് ഒരു ഹെൽത്തി ബോഡി വേണം. അപ്പോൾ അതിന് ഒരു ശരിയായ ആഹാരം നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് ഒരു ഉത്സാഹം, എനർജി ഇതൊക്കെ വേണമെങ്കിൽ അത് കിട്ടുന്നത് നമ്മുടെ ആഹാരത്തിൽ നിന്നാണ്. ശരിയായ ആഹാരം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ വീക്കാവും, നമ്മൾ തളർച്ച ഉണ്ടാവും, ക്ഷീണമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് ഇവ ലഭിക്കുന്നത്. അപ്പോൾ ശരിയായ ആഹാരം എന്തൊക്കെയാണോ വേണ്ടുന്നത് അത് നമ്മുടെ ബോഡിയെപ്പറ്റി നാം പഠിക്കേണ്ടതാണ്. നമ്മുടെ ബോഡിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രോട്ടീൻസ് വേണം, ഫൈബർ വേണം, വൈറ്റമിൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്. പലപ്പോഴും കാർബോഹൈഡ്രേറ്റ് നാം കഴിക്കുന്ന ആഹാരത്തിലെല്ലാം കൂടുതലുണ്ട്. ഈ പ്രോട്ടീൻസും വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബേഴ്സ് ഇതിൻ്റെ അഭാവം മൂലം പല അസുഖങ്ങളും നമുക്ക് വരാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബോഡിയെപ്പറ്റി പഠിച്ച് അതിന് വേണ്ടുന്ന ആഹാര രീതി എന്താണോ അത് നാം പാലിക്കേണ്ടതാണ്. തൈറോയ്ഡ് വരുന്നത് നമുക്കറിയാം അയഡിൻ്റെ കുറവ് മൂലമാണ്. അതുപോലെ തേയ്മാനം, കാഴ്ചക്കുറവ്, ഹെയർ ലോസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് ചില വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടാണ്. അത് ഏത് വൈറ്റമിൻസ് ആണോ അതിന് വേണ്ടുന്ന ആഹാരത്തെപ്പറ്റി നാം പഠിച്ച് മനസ്സിലാക്കി ആ ആഹാരങ്ങൾ, അതടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക. വേണമെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്, ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് നാം നമ്മുടെ ആഹാരത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടതാണ്. അതും നമുക്ക് നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ ശരിയായ ഉറക്കം കിട്ടുന്നതിന് വേണ്ടി ശരിയായ ആഹാരം ആവശ്യമാണ്. പിന്നെ ശരിയായ എക്സസൈസ്. ഒരു എക്സസൈസ് ഉള്ള ഒരു ശരീരത്തിന് മാത്രമേ ശരിയായി പ്രവർത്തിക്കാൻ സാധിക്കൂ. ആക്റ്റീവ് ബോഡി വേണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ദിവസേന എക്സസൈസ് ചെയ്യണം. ഒരു 15 മിനിറ്റെങ്കിലും ദിവസവും എക്സസൈസ് ചെയ്യണം. പറ്റുമെങ്കിൽ അരമണിക്കൂർ. കാര്യം എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ സെല്ല്, മസിൽസ്, ഓരോ ഓർഗൻസ്, ഓരോ സിസ്റ്റംസ്, ഈ ബോഡികളെല്ലാം ഒന്നിച്ച് യുണൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് എക്സസൈസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചൊരു ഏകോപനം, ഒരു എനർജി എക്സ്ചേഞ്ച് ആൻഡ് ഒരു എനർജി എൻഹാൻസ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. എനർജിയുടെ കൂടുതൽ നടക്കും. അപ്പം നമുക്ക് പെർഫോമൻസ് കൂടുതൽ ചെയ്യാൻ പറ്റും, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, മനസ്സിന് ഏകാഗ്രത കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എക്സസൈസും ആവശ്യമാണ്. അവസാനമായിട്ട് മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ്, മൈൻഡ്ഫുൾ ആക്ടിവിറ്റീസ്, മസ്കുലാർ റിലാക്സേഷൻ ടെക്നിക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം പാലിച്ചാൽ നമുക്ക് നമ്മുടെ മൈൻഡിൻ്റെ വ്യഗ്രതകളെ കുറച്ചുകൊണ്ട് ഏകാഗ്രതയിലോട്ട് കൊണ്ടുവന്ന് നമുക്ക് നല്ല ഒരു ഉറക്കം സാധ്യമാക്കാവുന്നതാണ്. മെഡിറ്റേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പ് കിട്ടും. മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ ഏതെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ മെഡിറ്റേഷൻ ശീലിക്കാവുന്നതാണ്. മൈൻഡ്ഫുൾ ആക്ടിവിറ്റീസ്, നമ്മൾ എന്ത് ചെയ്യുന്നുവോ പ്രസൻ്റായിട്ട് നമ്മൾ അവിടെ നമ്മുടെ ബോധം കൊണ്ടുവരുമോ. ഞാനിപ്പോൾ ഇവിടെയാണ്, ഇന്നത് ചെയ്യുന്നു, അതിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് അത് ചെയ്യുക. അതാണ് മൈൻഡ്ഫുൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഓരോന്ന് ചെയ്യുമ്പോഴും ചിന്ത വേറെ പോകും, മനസ്സ് വേറെ പോകും. മനസ്സിനെ വേണമെങ്കിൽ നമുക്ക് എത്ര ദൂരത്ത് ഏത് രാജ്യത്ത് വേണമെങ്കിലും കൊണ്ടുപോകാം. നാം ഈ രാജ്യത്ത് ജീവിക്കുന്നെങ്കിലും ഏത് രാജ്യത്ത് വേണമെങ്കിലും മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റും. അതാണ് മനസ്സിൻ്റെ കഴിവ്. അപ്പോൾ മൈൻഡ്ഫുൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ബോധപൂർവം കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ പ്രസൻ്റായിട്ട് എവിടെയാണോ എന്താണോ ചെയ്യുന്നത് അവിടെ തന്നെ ചിന്തിച്ച് ബോധ്യം വരുത്തി ചെയ്യുക എന്നുള്ളതാണ്. ബ്രീത്തിങ് എക്സസൈസ് നമുക്കറിയാം. നാം 24 മണിക്കൂറും ബ്രീത്തിങ്, ശ്വാസം എടുത്തു
എടുക്കുന്നു, പുറത്തോട്ട് പോകുന്നു. ഇൻഹലേഷൻ എക്സലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നിന്നാൽ നാമും നിൽക്കുന്നതാണ്. നമ്മുടെ ഹൃദയം 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നു. അതുപോലെ ഈ ബ്രീത്തിങ് നമുക്ക് 24 മണിക്കൂറും വേണ്ടുന്നതാണ്. അപ്പം ഈ ബ്രീത്തിങ്ങിനെ നമ്മൾ അവെയർ ആവുക, ബോധത്തിലേക്ക് കൊണ്ടുവരിക, ചിന്തയിലേക്ക് കൊണ്ടുവരിക. ഇൻഹേൽ ചെയ്തു, എക്സേൽ ചെയ്തു. അപ്പൊ ആ ബോധ്യത്തിലേക്ക് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ഒരു 10, 9, 8, 7, 6, 5, 4, 3, 2, 1 ആ രീതിയിൽ കൗണ്ട് ചെയ്ത് എണ്ണിക്കൊണ്ട് ചെയ്യാവുന്നതാണ്. ഇൻഹേൽ ചെയ്തിട്ട് 1 ഹോൾഡ് ചെയ്ത് അങ്ങനെ നിർത്തി 10 തൊട്ട് 1 വരെ കൊണ്ടുവരിക. 1 തൊട്ട് 10 വരെ വീണ്ടും കൊണ്ടുപോവുക. എടുത്ത് നിർത്തി പുറത്ത് കളയുക, ശ്വാസം എടുത്ത്. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകളെ നമുക്ക് ഒന്ന് ക്രോഡീകരിക്കാൻ സാധിക്കും. അതാണ് ബ്രീത്തിങ് എക്സസൈസ്. ഇത് നമുക്ക് എത്ര കൂടുതൽ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നതിന് കൂട്ടിക്കൊണ്ടു പോകാവുന്നതാണ്. പിന്നെയുള്ളത് മസ്കുലാർ റിലാക്സേഷൻ ടെക്നിക്ക്. അത് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തും മസിൽസ് ഉണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ബോധത്തിലൂടെ റിലാക്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്താൽ വളരെ നല്ലതാണ്. ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാം, ഉണരുമ്പോഴും ചെയ്യാം. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കിടക്കുന്ന പൊസിഷനിൽ കൈകൾ മലർത്തി വെച്ച് കാലുകൾ രണ്ടും അകത്തി വെച്ച് റിലാക്സായി കിടക്കുക. അങ്ങനെ റിലാക്സായി കടന്നുകൊണ്ട് നമ്മൾ ശ്വാസത്തെ ഒരു 2-3 പ്രാവശ്യം എടുക്കുക, വിടുക. അങ്ങനെ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ബോധത്തിലേക്ക് നമ്മുടെ മനസ്സിന്റെ ചിന്തകളിലേക്ക് നമ്മുടെ കാലിന്റെ പാദങ്ങളെ, എല്ലാ വിരലുകളെയും പാദങ്ങളെയും കാലിന്റെ ആംഗിൾ ഭാഗത്തെയും മുട്ടുകളെ അങ്ങനെ ചിന്തയിലേക്ക് കൊണ്ടുവരിക, റിലാക്സ് ചെയ്യിപ്പിക്കുക. നമ്മളങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുവന്ന് കാല് റിലാക്സ് ചെയ്യുന്നു, കാൽമുട്ട് റിലാക്സ് ചെയ്യുന്നു. ശ്വാസത്തിലും ശ്രദ്ധിക്കുക. ഇടുപ്പ് റിലാക്സ് ചെയ്യുന്നു, ബാക്ക് ബോൺ റിലാക്സ് ചെയ്യുന്നു, വയറ് റിലാക്സ് ചെയ്യുന്നു, നെഞ്ചിന്റെ ഭാഗങ്ങൾ റിലാക്സ് ചെയ്യുന്നു, കൈകൾ റിലാക്സ് ചെയ്യുന്നു. കൈകൾ മലർത്തി വെച്ച് വേണം ചെയ്യേണ്ടത്. കൈകൾ റിലാക്സ് ചെയ്യുന്നു, കഴുത്തിന്റെ ഭാഗം റിലാക്സ് ചെയ്യുന്നു, ഷോൾഡറിന്റെ ഭാഗം റിലാക്സ് ചെയ്യുന്നു, കഴുത്തിന്റെ പുറകിൽ റിലാക്സ് ചെയ്യുന്നു, ചെവി റിലാക്സ് ചെയ്യുന്നു, കണ്ണുകൾ റിലാക്സ് ചെയ്യുന്നു. കണ്ണുകൾ അടച്ചു വെച്ച് വേണം ചെയ്യേണ്ടത്. മൂക്ക് റിലാക്സ് ചെയ്യുന്നു, വായ് റിലാക്സ് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിലെ സ്കിന്നുകൾ റിലാക്സ് ചെയ്യുന്നു, തല റിലാക്സ് ചെയ്യുന്നു, മുടി റിലാക്സ് ചെയ്യുന്നു, ഫുൾ ബോഡി റിലാക്സ് ചെയ്യുന്നു, മൈൻഡ് റിലാക്സ് ചെയ്യുന്നു. ഒരു ആക്റ്റീവ് സ്റ്റേറ്റിൽ നിന്ന് പാസീവ് സ്റ്റേറ്റിലേക്ക്, പ്രവർത്തനം കുറഞ്ഞ ഒരവസ്ഥയിലേക്ക് ശരീരത്തെയും മനസ്സിനെയും കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് മസ്കുലാർ റിലാക്സേഷൻ ടെക്നിക്ക്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ വേണമെങ്കിൽ ഞാനുമായി കോണ്ടാക്ട് ചെയ്യുക. ഞാൻ നടത്തുന്ന ചില വെബിനാറുകളുണ്ട്, അതിൽ പങ്കെടുക്കുകയോ അല്ലാതുള്ള ചില ചെറിയ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്, 7 കാര്യങ്ങൾ നല്ല ഉറക്കം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ പരിശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ എങ്ങനെ ഉറങ്ങിയിരുന്നു, നല്ലതായി ഉറങ്ങിയിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെ നല്ല രീതിയിൽ ഉറങ്ങുന്നു, നമ്മുടെ ശരീരത്തിനും മനസ്സിനും എത്രമാത്രം ശാന്തത അനുഭവിച്ചുകൊണ്ട് ഉറങ്ങണം, അതിനനുസരിച്ച് നമ്മൾ ഉറക്കത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിനു വേണ്ടി നിങ്ങൾ ശരിയായി പ്രാക്ടീസ് ചെയ്യുക. എല്ലാം കൂടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓരോന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയതായി വരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് അറിയാനായി ബെൽ ബട്ടൺ കൂടി അമർത്തേണ്ടതാണ്. താങ്ക് യു. എല്ലാവർക്കും ശുഭദിനം. സ്റ്റേ സേഫ്, സ്റ്റേ പോസിറ്റീവ്. ബൈ ഫോർ നൗ.